ശരിയാവില്ല. ഇവിടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. മോനെ എക്സാം അല്ലേ, ഞാൻ അവനെ പഠിപ്പിക്കോ വീട്ടിലെ പണിയെടുക്കോ? മോളെ, ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. വെറും 3 ദിവസത്തെ ടൂറാ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഇത് എപ്പോഴും കിട്ടുന്ന അവസരമല്ലല്ലോ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല? ഈ വയസ്സുകാലത്ത് ടൂർ പോയി നടന്നിട്ടില്ല, ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞു വാവേന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മ ഇല്ലാണ്ട് ഒന്നും പറ്റില്ല. ഞാൻ എപ്പോഴും നിന്റെ മക്കളുടെ കാര്യം നോക്കി നടന്നാൽ മതി. എനിക്കായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സന്തോഷം വേണ്ടേ? എന്നാ അമ്മ അമ്മേന്റെ സന്തോഷം നോക്കി നടന്ന വയസ്സുകാലത്തെ എന്തെങ്കിലും വയ്യാതെ വന്നിട്ട് മോളേന്ന് വിളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ആ ഒരു ആങ്ങളെയാ ഉള്ളത്, അവന്റെ ഭാര്യ നോക്കുന്ന എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്തു തന്നാലേ പിന്നീട് അങ്ങോട്ടേക്ക് ഉപകാരം ഉണ്ടാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, നിന്റെ അവതാരത്തിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നീ എന്താ വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അയ്യോ മോളെ ഇവിടെ നിന്റെ അടുത്ത് ഓടി വരുന്നുള്ളതാ? എന്നെ കൊണ്ടല്ലേ നിനക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അല്ല നിന്റെ കയ്യിൽ നിന്ന് 5 പൈസന്റെ ഉപകാരം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതാണല്ലേ മനസ്സിലിരിപ്പ്. ഒരാളും ഉണ്ടാവില്ല അമ്മേനെ നോക്കാൻ. നോക്കിക്കോ. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ നീ എന്നെ നോക്കില്ല എന്ന് പറയണെങ്കിലേ ഞാൻ നിന്റെ അടുത്ത് വന്നാലല്ലേ ആ ഗതികേട് എനിക്ക് വരില്ല. അമ്മ റെഡി ആയിട്ട് നിൽക്കുക. അമ്മേന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ തുടങ്ങി. അപ്പൊ ഞാൻ കൊണ്ടുവിടാം. പൊന്നാങ്ങളെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയത്. അമ്മേ ഇവിടെ വലിയ ആറ്റിറ്റ്യൂഡായിട്ട് നിൽക്കുക. വയസ്സുകാലത്ത് എന്റെ ഔദാര്യം ഒന്നും ആവശ്യമില്ലാത്രേ. ടൂറ് പോവാൻ നിൽക്കുക. അതിനിപ്പോ എന്താ, അമ്മ പോയിട്ട് വരട്ടെ അമ്മേന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. ഏട്ടൻ എന്താണ് ഈ പറയുന്നത്? ടൂർ പോയിട്ട് അമ്മ വല്ല വയ്യയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ഞാനേ ഉണ്ടാവുള്ളൂ നോക്കാൻ. ഹോസ്പിറ്റലിൽ മരുന്നെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പൈസ ചെലവാക്കേണ്ടി വരും. എന്റെ കുട്ടികളെ നോക്കാണ്ട് ഇവിടുത്തെ കാര്യങ്ങളും ചെയ്യാണ്ട് എന്റെ ഏട്ടൻ സമ്മതിക്കൊന്നുമില്ല അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട്. അതിന് അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മേന്റെ ഹോസ്പിറ്റൽ ബില്ലും മരുന്നിന്റെ ചെലവൊക്കെ നീ കൊടുക്കണമെന്ന്. എടി, അമ്മയ്ക്ക് നിന്റെയോ എന്റെയോ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. പറയാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ സാഹചര്യം വരുമ്പോ കാണാം മോനെ മോളേന്ന് പറഞ്ഞിട്ട് കാലം പിടിച്ച് വരും. അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസാ? വലിയ പൈസയും കൊടുത്തിട്ട് നടക്കും. നീ വിചാരിക്കുന്ന പോലെ ഒരുപാട് പൈസന്റെ ആവശ്യമൊന്നുമില്ല. മാസം 400 മുതൽ 500 രൂപ വരെയുള്ള ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, 1 കോടി രൂപ വരെ ഇൻഷുറൻസ് കവറേജും കിട്ടും. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റും. അല്ലത് എങ്ങനെ എടുക്കുക? അത് വളരെ ഈസി അല്ലേ? അതിനുള്ള ലിങ്ക് ഞാൻ ബയോയിലും വീഡിയോയുടെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യാം. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? വന്നമ്മ നമുക്ക് ഇറങ്ങാം. ആ മോനിപ്പോ വരാം. പിന്നെ നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടാ, നിനക്ക് ഉപകാരപ്പെടും. പിന്നെതാ ലിങ്ക് ബയോയിലും കമന്റ് ബോക്സിലും ഇട്ടോ, മറക്കണ്ട, നോക്കിക്കോ.